ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കക്ക റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചെറിയ കക്കയാണ്, അതൊന്ന് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചെറിയ കക്കയാണ്, കാരണം ഇതിൻ്റെ ഈ കറുത്ത ഇത് കളയണം. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഞെക്കിയാൽ മതി. ഇങ്ങനെ ക്ലീൻ ചെയ്ത കക്ക നമ്മളെടുക്കണം. അഴുക്കാണ് അതിൻ്റെ, ഇതുണ്ട് കറുപ്പ് കളറുള്ള. അത് നമ്മളൊന്ന് ഞെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങ് പോന്നോളൂ. ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിൽ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും വാഷ് ചെയ്യുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും വാഷ് ചെയ്യുക. 800 ഗ്രാം കക്കയായിരുന്നു വാങ്ങിച്ചപ്പോൾ. ക്ലീൻ ചെയ്തതിൻ്റെ അഴുക്കെല്ലാം കഴിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ 548 ഗ്രാമാണ് ഈ കക്കയുള്ളത്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി നമ്മൾ ഇതിനകത്തേക്ക് ഇടും. 1 സ്പൂൺ ഉപ്പിടുന്നു, 2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പം കറിവേപ്പിൻ്റെ ഇല നമ്മൾ കീറിയിടും, കട്ട് ചെയ്തിടും. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കുന്നില്ല, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളിത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കക്ക നമ്മൾ തുറന്ന് നോക്കാൻ പോകണം. കക്ക വെന്തിട്ടുണ്ട്. കക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണ്: ഒരു 2 കഷ്ണം ഇഞ്ചിയും 4 ചുള വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്തതാണ്, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, സ്വല്പം കറിവേപ്പില, 1 കപ്പ് വെളിച്ചെണ്ണ. ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായിട്ടുണ്ട്, കുറച്ച് വേപ്പില ഇടുന്നു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഓഫായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം, കുരുമുളക് പൊടി ആഡ് ചെയ്യണം, ഉപ്പ്. ഇതൊന്നും മൂത്ത് വരട്ടെ. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കക്കയിലേക്ക് ആഡ് ചെയ്യുന്നു. കക്ക തീരെ ചെറുതായതുകൊണ്ട് ഇങ്ങനെ പൊടി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നുള്ളത് തീരെ ചെറിയ കക്കയായിരിക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചീനച്ചട്ടി ഇത്തിരി തന്നെ കിടന്ന് ഉള്ളരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. ഞാൻ ഒട്ടും വെള്ളം ഇല്ലാതെയാണ് ഈ കക്ക വേവിച്ചത്. 1 വിസിൽ മാത്രം എടുത്താൽ മതി കക്കയ്ക്ക് കേട്ട്. 2 എന്ന് പറഞ്ഞതല്ല, 1 വിസിൽ കൊണ്ട് ഈ കനം കുറഞ്ഞ കക്കയായാണ്, പൊടിയുള്ള കക്കയാണ്. 1 വിസിൽ വന്നപ്പോൾ തന്നെ നമുക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ അതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇറക്കാം, സെർവ് ചെയ്യാം.